ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടിനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കൊരു പാപകർമ്മമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടൻ പറയാൻ പറ്റുമോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോടെ കൊല്ലം തീ കൊളുത്തിയത് പണിക്കരമാവനാണെന്നാ പറയുന്നത്. ഈ ദുർമരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ? അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അദ്ദേഹം ശീർഷാസനത്തിൽ അല്ല ധ്യാനത്തിലായിരിക്കും. ശല്യപ്പെടുത്തണ്ട. അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ? സാവിത്രി, കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ജയ് ഹനുമാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഈ ഉണക്കത്തമ്പരാക്കന്മാരുടെ പച്ചക്കറി നീ അടുത്തപ്പോ എന്റെ അപ്പൊ കൂടെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചത്തു. പട്ടണി കിടന്നാലും വേണ്ടില്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയായിരുന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. കൃഷ്ണ, കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരന്റെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ. മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ നിന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് ചേർന്ന് സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ. പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നാ? ഗ്യാസ് വലച്ച്. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കാം. അയ്യോ, അതുകൊണ്ടല്ല. പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമിക്ക്. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. നല്ലത്. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം. ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. താൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടേറി ഞാൻ തല്ലി ഓടിക്കും. പേടിപ്പിക്കാ. എന്നാ ഞങ്ങ പോണില്ല. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാ ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലാന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നാളെ ഇറക്കാം. അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തോമാച്ച ഇത്? തല്ലിനും ഗുണ്ടായുസത്തിനൊന്നും പോണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും 4 ആൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി. ഇല്ലെങ്കിൽ കല്യാണ പെണ്ണൊരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞാ ഏറെ നാണക്കേട് എനിക്കാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂളയില്ലാത്തത്. അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട. ഇവിടെ ഉള്ളവന്മാരെല്ലാം ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ഭ്രാന്ത് നിന്റെ ഈ നിൽക്കുന്ന തന്തയ്ക്കടത്തേണ്ടി. ഞാനിവന്റെ തന്തയല്ല. എന്നാ നിന്റെ തന്തയ്ക്കടത്തേണ്ടി. എന്താ? ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യമാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ? നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തന്മാർ. അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ. താൻ ഒരു കാര്യം മനസ്സിലാക്കി. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. ഇങ്ങോട്ട് നോക്കി. അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പോച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ. ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം എന്റെ എടോ, ഞാൻ കെട്ടാൻ വന്ന പെണ്ണാവള്. അറിയൂ? ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി. വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല. ഇത് കോവിലകമാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. എടോ ചെട്ടിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിളി. അച്ഛൻ നിന്നേ. ആൽബോഞ്ഞിട്ടെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്.
ആർക്കാ ഭ്രാന്തെന്ന്? പറക്കണോണ്ടോ? അമ്മാവാ ഇതെന്ത് പറ്റി? അമ്മാവാ പിടിച്ചേ. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? അമ്മാവാ, എന്താ ഉണ്ടായേ? ഞങ്ങൾ വന്നു കേറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഭഗവതി, ഇത്ര പെട്ടെന്ന് ഏട്ടന് എന്ത് പറ്റി? അമ്മാവാ ഇതെന്ത് ഭാഷയാണ് അമ്മാവാ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറ രാമാ. എന്തു പറ്റി അമ്മാവന്? എന്താ? ദേ, മായയോട് അവൻ എന്തോ പറയണോന്ന്. പറഞ്ഞോളൂ അമ്മാവ, എന്താണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റില മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം ഇഞ്ഞു കൊണ്ടുപോവാ. അയ്യോ, എന്റെ ഭഗവതി, കൈ തളർന്നു പോയല്ലോ. കൃഷ്ണ, വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക. ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ. ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ. ഇതിന് മന്ത്രവാദമൊന്നുമല്ല, നല്ല ചികിത്സ ആവശ്യം. കുട്ടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ. എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെ അല്ല വരുത്തേണ്ടത്, ഡോക്ടർ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാ അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല. ഈ മേപ്പാടന അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത്. കുട്ടിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുതാ. എന്താ മേപ്പാടൻ? ദുരാത്മാവ് ഈ കോലോത്തുള്ള ഏതോ ശരീരത്തിൽ കുടിയേറി കഴിഞ്ഞിരിക്കണോ? ആരുടെ ദേഹത്താണെന്ന് അങ്ങോട്ട് തീർത്തും പറയാൻ വയ്യ. ആരൂടം തരത്തിരിക്കണോ? സംശയിക്കാൻ എന്തിരിക്കുന്നു? അമ്മാവൻ വെട്ടിയിട്ട് പോലെയല്ലേ കിടന്നിരുന്നത്. അമ്മാവന്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഓം കാളി ലോകമാതേ, എല്ലാം നിന്നിൽ അർപ്പിച്ചിരിക്കണു. ഇയാളെ പിടിച്ച് കളത്തിലിരുത്തുക. ഇരിക്കേ ഇങ്ങടെ. ചെല്ല്. ആ, കയറി ഇരിക്ക. ആരാ നീ? നീ ആരാണെന്ന് ഉരിയാടുന്ന നല്ലത്.
ഇല്ലേച്ചാ പറയിപ്പിക്കും. പറയില്ലല്ലേ? എന്റെ ഭഗവതി, എന്റെ അമ്മേ. ദുരാത്മാവ് തമ്പുരാന് ശരീരത്തിലല്ല, ഇതവളെ വികൃതി മാത്ര. ഒന്നും കളത്തിൽ തെളിയുന്നില്ല തമ്പുരാട്ടി. അവൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കണു. ഭഗവതി, അനിഷ്ടങ്ങൾ എന്തെങ്കിലും? എല്ലാവരും കരുതിയിരുന്നുകൊള്ളുക. ജലപാനം പോലും ഇല്ലാതെ കഠിന മന്ത്രങ്ങൾ കൊണ്ട് അവളെ ആവാഹിച്ചു കെട്ടാനുള്ള ഒരുക്കങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും. ഏത് ശരീരത്തിൽ ഒളിച്ചിരുന്നാലും അവളെ നോം ആവാഹിച്ച് നമ്മുടെ മന്ത്രപ്പുരയിൽ എത്തിച്ചിരിക്കും. ആകെ ഭയം തോന്നുന്നു മേപ്പാടൻ. ധൈര്യം സംഭരിച്ചേ ഒക്കൂ, ഒന്നും സംഭവിക്കില്ല. തൽക്കാലം ഈ തകിടുകൾ ഓരോത്തിന്റെ 4 അതിരുകളിലും കുഴിച്ചിടുക. ഇതിന്റെ ശക്തി കൊണ്ട് അവൾ ഇവിടുന്ന് തനിയെ ഇറങ്ങി നമ്മുടെ മന്ത്രപ്പുരയിൽ എത്തിക്കൊള്ളും. ഈ കോലോത്ത് വസിക്കുന്ന ആരെങ്കിലും ഏകനായി വേണം ഈ കർമ്മം നിർവഹിക്കാൻ. ധൈര്യവും മനഃശക്തിയുള്ള ആർക്കാ ഞാൻ ഈ തകിടുകൾ കൈമാറുക? എന്താ ആരും ഇല്ലാന്നുണ്ടോ? ഏറ്റവും യോഗ്യനായ ഒരാളുണ്ട്. ആരാത്? നമ്മുടെ ആവേശാനന്ദ സ്വാമികൾ. അയ്യോ, മിണ്ടാതിരുന്നോണം. വരിക. ജയ് ഹനുമാൻ. മേപ്പാടൻ വന്നോളൂ. സ്വാമി, രക്ഷിക്കണം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത്? അങ്ങിത് ഏറ്റുവാങ്ങണം. അഗ്നയേ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർഷദേ നമ. ഇനി ഇത് കൈമാറാൻ പാടില്ല. ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ 4 അതിരുകളിലും ഇത് കുഴിച്ചിടണം. ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് 3 വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ നമോ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി സഹിക്കണേനും ക്ഷമിക്കണേനും ഒരു അതിലുണ്ട് കേട്ടാ. നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടിട്ട് പെടുത്തുന്ന പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പറേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഓരോരോ വിശ്വാസങ്ങളെ. ഇതാണാ വിശ്വാസം? പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ. വേണമെങ്കിൽ ഇതൊരു മുണ്ടെടുത്തോ. ഓ, ഇതുവരെ ആകാവാ. മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ 4 അതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം. നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പുതച്ചോ. ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ. നിന്റെ കൃഷ്ണേട്ടൻ മരിച്ച നീ വിധവയായി പോവില്ലേ? എനിക്ക് വേണ്ടി ത്രേസ്യമോൾ ഈ ഉപകാരം ചെയ്യണം. ഞാനെന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാൻ കേട്ടാ. ഓ, അതും ഇല്ല പോ. എനിക്ക് മേലായേ എന്റെ ഉണ്ണിയേശുവേ. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? എന്താ മുത്തശ്ശി, മേപ്പാടം വൈദ്യരെ അമ്മാവന്റെ ചികിത്സ കഴിഞ്ഞ് പോയോ? ആക്ഷേപമൊന്നും വേണ്ടട്ടോ. ഇവിടെ ഏതോ ശരീരത്ത് ബാധ കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ. ഇന്ന് രാത്രി 4 അതിരിലും തകിടുകൾ കുഴിച്ചിടാൻ സ്വാമികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ബാധയെ ആവാഹിച്ചു കെട്ടാനുള്ള ഹോമങ്ങൾ തുടങ്ങാൻ മേപ്പാടം പോയിരിക്കുക. ഇവിടെ എന്തെങ്കിലും കർമ്മങ്ങൾ നടക്കുമ്പോ ഉണ്ണിയെ കാണില്ല. മായമോക്കെങ്കിലും ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ആ, വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് വരിക. മായക്കുഞ്ഞിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? പേടിക്കണ്ടെന്നേ, മേപ്പാടന്റെ മന്ത്രശക്തിയിൽ ഏത് ചുടലേക്ഷ്യം ഭസ്മാവും. അയ്യോ, കാപ്പി. കൊരങ്ങനോ? ഓ, കുറുക്കനോ? അയ്യോ, ഒന്ന് തെളിച്ചു പറ. എന്താ കാര്യം പറ. എന്താ? മാ മാ
യ മായ യ ക്ഷി യാ ണ്. മായ യക്ഷിയാണെന്നോ? എന്താ അമ്മാവ് ഇത്? അവളൊരു പാവം കുട്ടിയല്ലേ? തളർച്ച കൂടി അമ്മാവനിപ്പോ ഭ്രാന്തമായോ? എന്താ അമ്മാവ് ഇത്? നീ അവളുടെ വീട്ടിൽ വീട്ടിൽ പോണം. ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ? എന്തിന്? മുത്തച്ഛ, മായയുടെ മുത്തച്ഛ, ആരുമില്ലേ? ജനനം 1862, മരണം 1942. എന്റെ കുട്ടിക്ക് അവിടെ സമാധാനം കൊടുക്കില്ല എന്നുണ്ടോ? മുത്തശ്ശനെ പോയി കണ്ടു അല്ലേ? ഇനി ഏട്ടന് എന്നെ കാണണ്ടേ? എന്താ എന്താ കൃഷ്ണ? അവിടെ എന്താ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തമ്പുരാൻ വിഷമിക്കണ്ടാട്ടോ. ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നതോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും. വരിക. എന്റെ ഈശോയെ, എനിക്കൊന്നും അറിയാൻ പാടില്ലേ, എന്നെ കാത്തോടമേ. ആളും ഇടുക്കിയാണല്ലോ. ആൾമാറാട്ടം നടത്തി എല്ലാവരും കബളിപ്പിക്കായിരുന്നല്ലേ? എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. എന്റെ കുഞ്ഞെ, ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ടാ. അറിയാനുള്ള ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാണ്. മാപ്പാക്കണം. മുത്തശ്ശി അറിഞ്ഞ എന്താ സ്ഥിതി അറിയാലോ? കർത്താവിനെ ഓർത്ത് ഇത് ആരോടും പറയല്ലേ. ഞാൻ നിങ്ങക്കടെ കാല് പിടിക്കാം. അതൊന്നും വേണ്ട. ആ തകിട് അവിടെ വെച്ചിട്ട് ഇങ്ങ് അടുത്ത് വാ, ചോദിക്കട്ടെ. അയ്യോ കുഞ്ഞെ, ഇത് താഴെ വയ്ക്കാനോ കൈമാറാനോ പാടില്ലെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ. അത് സന്യാസി ആണെങ്കിലാ. അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ? സംശയമുണ്ട്, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഇങ്ങോട്ട് വെച്ചേക്കട്ടാ. നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ, അതിന് കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാ? നന്ദി, എന്താ അവിടെ? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, 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 നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, രാമ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, എടാ, അവന്റെ ഒരു ആവേശാനന്ദ സ്വാമികൾ. കോലോത്ത് പിന്നെ എങ്ങനെയാ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കണേ? ചാവടിയില മൂദേവിയായിട്ട സേവയായിരുന്നില്ലേ അവന്? അവളോടൊപ്പം അവനെ അവിടുന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ അതിനുള്ള മനസ്സെനിക്ക് അങ്ങോട്ട് വന്നില്ല. ബ്രഹ്മചര്യം ലംഘിച്ചിട്ടില്ലെന്ന് പരദേവതകൾ കൊണ്ട് സത്യം ചെയ്തിട്ടും എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല മേപ്പാടൻ. തമ്പുരാട്ടി, അവിടുത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കണു. ചാവടിയിലെ സ്ത്രീയുടെ സഹവാസം കൊണ്ട് കൃഷ്ണൻ തമ്പുരാന്റെ ബ്രഹ്മചര്യം നശിച്ചിട്ടില്ല. എന്റെ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് കഠിനഹോമത്തിന്റെ പരമ്യതയിൽ ഒരു വെളിപാട് പോലെ ഞെട്ടിക്കുന്ന രഹസ്യം നാം മനസ്സിലാക്കി. എന്താ മേപ്പാടൻ? മാണിക്യശ്ശേരിയിലെ തമ്പുരാക്കന്മാരോട് അടങ്ങാത്ത പകയുമായി കോലോത്ത് കുടിയേറിയിരിക്കുന്ന ദുരാത്മാവ് ഉണ്ണിത്തമ്പുരാന്റെ സഹധർമ്മിയുടെ ശരീരത്തിലാ. ഏതോ ഒരു നിമിഷത്തിന്റെ ചപലതയിൽ ബ്രഹ്മചര്യം പോലും തമ്പുരാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതോടെ അവൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുക. കോലോത്തിന്റെ സർവനാശം കാണാതെ അവൾ ഇനി ഒഴിയില്ല. തമ്പുരാട്ടിക്കറിയോ, പണിക്കരുടെ മരണത്തിന് കാരണം ഈ ദുരാത്മാവ് തന്നെയാ. അതുമാത്രമല്ല, വേറൊരു വിശേഷം കൂടിയുണ്ട്. ആലത്തൂരുള്ള മിഖാലച്ചന്റെ ദൂതൻ നമ്മെ വന്ന് കണ്ടിരുന്നു. നോം സംശയിച്ച പോലെ തന്നെ ആരെ അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാ അച്ഛനും അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എത്രയും വേഗം മിഖാലച്ചനെ പോയി ഒന്ന് കാണണം. എന്താണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നുന്നേ. ആ, മായ വന്നല്ലോ. മായ കാണുമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാവാ? ഇളയമ്മ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. ദേ, എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തളർത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം. പക്ഷെ ആ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ, സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമന്മാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ, ഏലസ് അത് പോയാ പ്രശ്ന. അവിടെ നിൽക്ക് കുട്ടികളെ. ഏലസ് ഇവിടെ തന്നെ.
വർഷങ്ങൾക്ക് മുൻപ് ഗർഭാവസ്ഥയിൽ ജീവനോടെ ചിതയിൽ എരിഞ്ഞടങ്ങിയ കോരോത്ത് ദാസിപ്പണിന്റെ ആത്മാവ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞു പോവില്ല. പണ്ട് മേപ്പാടൻ ആവാഹിച്ച് കണ്ണേറ്റിങ്കര കാളിക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ ബന്ധിച്ച ആ ദുരാത്മാവ് പുറത്തു ചാടിയത് തികച്ചും ആകസ്മികമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയണേ? കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ കുട്ടി ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ കണ്ണേറ്റിങ്കര ക്ഷേത്രവും സന്ദർശിക്കാനെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച ആൽമരത്തിൽ തറച്ച മായാഗംഗയുടെ ദുരാത്മാവ് ആണി ഊരിയത് വഴി ഡെയ്സിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അന്നേരം അതാരും മനസ്സിലാക്കിയില്ല. പക്ഷേ രാത്രി വീട്ടിലെത്തിയതിനു ശേഷം ഡെയ്സിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പ്രാർത്ഥനയിലും ആഹാരകാര്യത്തിലുമെല്ലാം അവൾ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മായാഗംഗയായി. ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ അവൾ വീട് വിട്ടിറങ്ങി. മാണിക്കശ്ശേരി കോവിലകത്തെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കോവിലകത്ത് പ്രവേശിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഉണ്ണിയുമായി സൗഹൃദം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി എന്താ അച്ഛോ ഒരു പരിഹാരം? കാര്യങ്ങളുടെ ഗൗരവം ഇനി ഇവരോട് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിഞ്ഞു പോകുമ്പോ ഒരു മരണം ഏതായാലും ഉറപ്പാ. കർത്താവേ, അവൾ കടങ്ങാത്ത പ്രതികാരമുള്ള കോലോത്ത ഏതെങ്കിലും തമ്പുരാന്റെ ജീവനാകാം. അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന ആ ശരീരത്തിന്റെ, അതായത് ഡെയ്സിയുടെ ജീവനാകാം. ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കാതെ, ഒരു നാശം കാണാതെ അവൾ ഒഴിഞ്ഞു പോവില്ല. എല്ലാ ശക്തികൾക്കും ഉപരിയായി ദൈവമെന്ന ശക്തിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വിശ്വാസങ്ങൾ പലതായാലും പ്രപഞ്ചത്തിൽ ദൈവം ഒന്നേയുള്ളൂ. അവൻ തന്നെ രക്ഷിക്കണം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല. പ്രതീക്ഷ കൈവിടണ്ട. ഞങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കുക. വരൂ മേപ്പാടൻ. എന്താ മേപ്പാടൻ, തന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും? കടുത്ത പ്രയോഗമാ. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു മരണം ഒഴിവാക്കാൻ വേണ്ടി എത്ര കടുത്ത പ്രയോഗവുമാകാം. വേറെ പോംവഴിയില്ലെങ്കിൽ മാന്ത്രിക ഗ്രന്ഥങ്ങളിലെ മർമ്മപ്രധാനമായ ആഭിചാര കർമ്മങ്ങളിൽ ഒരു ദഹന ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ദഹനഹോമം ചെയ്ത് ആത്മാവിനെ എന്നേക്കുമായി ഒഴിപ്പിക്കുക. ഒരു പരീക്ഷണ പ്രയോഗം. തനിക്കതിന് കഴിയും മേപ്പാടൻ. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. തന്റെ കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുവരെ ഞാൻ പ്രാർത്ഥന